Sunil Kumar sir, Commanding Officer, 18 Kerala Battalion, Colonel Virendra Ditwage sir. Let me move into Malayalam with the permission of my Commanding Officer. He understands Malayalam. Thank you, sir. ഇതൊരു സുപ്രധാന നിമിഷത്തിലൂടെയാണ് കോട്ടയം ഗ്രൂപ്പ് NCC കടന്നു പോകുന്നത്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഞാൻ ബ്രിഗേഡിയർ MP സുനിൽകുമാർ സാറിനെ പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ പറയും ദൈവം ഓംനി പ്രസന്റ് ആണ്. ഞങ്ങളുടെ കമാൻഡർ NCCയുടെ ഏത് മേഖലയിലും ഓംനി പ്രസന്റ് ആണ്. അത് പിറവമാകട്ടെ, നെടുങ്കണ്ടമാകട്ടെ, പാലയാകട്ടെ, പത്തനംതിട്ടയാകട്ടെ, വിളിക്കുന്ന പ്രോഗ്രാം ചെറുതോ വലുതോ എന്ന വ്യത്യാസമില്ലാതെ അവിടെ ഓടിയെത്തുന്ന ഞങ്ങളുടെ ഓംനി പ്രസന്റ് ആയിട്ടുള്ള കമാൻഡർക്ക് ആദ്യ ഹർഷാരം അർപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം ജാലിയൻ വാലാബാഗ് ഓർമ്മ ദിവസമായിട്ട് രാജ്യമെമ്പാടും ആചരിക്കുകയാണ്. ഇന്നത്തെ നമ്മൾ പങ്കെടുക്കുന്ന വേദിയും ജാലിയൻ വാലാബാഗുമായി വലിയ ബന്ധമില്ല. ഞാൻ പറയാൻ കാരണം, വിഭക്ത ഭടന്മാരുടെ ഒരു സ്ഥാപനം, രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച, രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത, മരണം വരിച്ച ധീര യോദ്ധാക്കളുടെ സ്മരണയ്ക്ക് വേണ്ടി നിലനിർത്തിയിരിക്കുന്ന ഒരു സ്ഥാപനം. ഒരു കരി നിയമം രാജ്യത്ത് നടപ്പിലാക്കി. ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ റൗലറ്റ് നിയമം. പൊതുയോഗങ്ങൾ കൂടുവാൻ അവസരമില്ല, ആളുകൾക്ക് ഒന്നിച്ച് സംസാരിക്കുവാനായി, കൂട്ടം കൂടുവാനായി രാജ്യത്ത് നിയമമില്ല. ആരെങ്കിലും അങ്ങനെ കൂടിയെന്ന് കരുതിയാൽ അവരെ വിചാരണ കൂടാതെ, നിങ്ങൾക്ക് ആ വാക്കുകൊണ്ട് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, വിചാരണ പോലും ഇല്ല, കോടതി നടപടിക്രമങ്ങൾ ഇല്ലാതെ പോലീസിന് അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വയ്ക്കുവാനുള്ള അധികാരം നൽകുന്ന വലിയ നിയമം രാജ്യത്ത് നടപ്പിലാക്കി. ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പിലാക്കി, നമ്മുടെ ഗവൺമെന്റ് അല്ല, അന്ന് നമുക്ക് ഗവൺമെന്റ് ഇല്ല. അപ്പൊ ആ നിയമത്തിനെതിരെ ഹൻസ്രാജ് അടക്കമുള്ള നേതാക്കൾ ജാലിയൻ വാലാബാഗിൽ ഒരു വലിയ പ്രക്ഷോഭം വിളിച്ചുകൂട്ടി. ആ സ്ഥലം ഏതാണെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം, അമൃത്സർ, പഞ്ചാബ്. ആ നഗരം അറിയപ്പെടുന്ന മറ്റൊരു പേരില്ല, സത്യത്തിൽ സുവർണ ക്ഷേത്രങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ആ നഗരത്തിൽ ജാലിയൻ വാലാബാഗ് പോലുള്ള ഒരു വലിയ ഒരു സ്ഥലത്ത് അന്ന് പ്രക്ഷോഭത്തിന് വേണ്ടി ആളുകളെ വിളിച്ചുകൂട്ടി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി അതിന് പിന്നിൽ നടത്തിയ ഒരു നീക്കമുണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ ഒരു പണിമുടക്ക് അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പൊ പലതരത്തിലുള്ള വ്യത്യസ്തമായ സമരമുറകളായിരുന്നു. പക്ഷെ അന്നത്തെ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്ന റെജിനാൾഡ് ഡയർ, ആ വ്യക്തി ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഇന്നും അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരുടെ ഉള്ളിൽ അദ്ദേഹം ഇന്നും ഹീറോയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളെ വെടിവെച്ചു കൊന്ന, അല്ലെങ്കിൽ വെടിവെക്കുവാൻ ഉത്തരവിട്ട ഒരു കാബാലികന്റെ മുഖമാണ് ജനറൽ ഡയറിന്റെ ആ ഒരു പേര് കൂടി നമ്മൾ ബന്ധപ്പെടുന്നത്. ഏകദേശം 379ഓളം സ്വാതന്ത്ര്യ സമര പോരാളികളെ ഒരു വലിയ, നമ്മുടെ ഈ ഒരു ഹാള് പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ തോതിൽ മനസ്സിലാക്കാം. ഒരു വലിയ ഹാള്, അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ ഇതുപോലൊരു ഇടുങ്ങിയ വഴി, ആ വഴിയിൽ തന്റെ സൈന്യത്തെ നിർത്തിക്കൊണ്ട്, തന്റെ പോലീസിനെ നിർത്തിക്കൊണ്ട് വെടിവെക്കുവാൻ ഉത്തരവിടുകയാണ്. നമുക്കറിയാം, ഇവിടെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കർഫ്യൂകൾ പ്രഖ്യാപിക്കാറുണ്ട്. ജമ്മു കാശ്മീരിനെ ഡിവൈഡ് ചെയ്ത സമയത്ത്, ലഡാക്കും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത സമയത്ത് കമ്മ്യൂണിക്കേഷൻ അവസാനിപ്പിച്ചിരുന്നു, ഇന്റർനെറ്റ് അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ത്യൻ സൈന്യം തികഞ്ഞ പക്വതയോടുകൂടി ഒരു ജനവിഭാഗത്തിനെതിരെയും വെടിയുതിർത്തില്ല. കാരണം ജനത്തെ സംരക്ഷിക്കേണ്ടവരാണ് പോലീസ്, ജനത്തെ സംരക്ഷിക്കേണ്ടവരാണ് സൈന്യം എന്നുള്ള ബോധ്യം ഇന്ത്യൻ സൈന്യത്തിനുള്ളത് കൊണ്ടാണ് നാം അത് ചെയ്യാത്തത്. പക്ഷേ അന്നത്തെ ജനറൽ ഡയറിന്റെ ആ പ്രവർത്തനം മൂലം ഇന്ത്യക്കാരായ 379 ആളുകൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു, അമ്മയെ നഷ്ടപ്പെട്ടു, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു. അത്തരത്തിൽ സൈന്യം പെരുമാറരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. രാജ്യത്തിനെ കാക്കുക, രാജ്യത്തിന്റെ ജനങ്ങളെ കാക്കുക, അവർക്ക് സ്വൈര്യ വിഹാരത്തിനുള്ള അവസരം ഒരുക്കുക, അതാണ് ഇന്ത്യൻ സൈന്യം ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു ഓർമ്മിക്കലാട്ടെ ജാലിയൻ വാലാബാഗ്. നമുക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു വേദി ഒരുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. എല്ലാവർക്കും ഈ അസോസിയേഷന്റെ At the outset, a very warm welcome to the Brigadier who has consented to be amongst us on this auspicious day, 13th April. Today we are celebrating 13th April in remembrance of Jallianwala Bagh. First Officer Anil Kumar has given an idea to you what a Jallianwala Bagh was like. It was the effort of those people that we are enjoying today, our freedom. What can be a better place than a war memorial? My compliments
to all our veterans who have contributed to make this war memorial. The war memorial houses the remembrance of all the soldiers who have sacrificed their life, who has given their prime of life for the nation. I consider myself to be very fortunate to be present here. It's a rare honor and it's really a matter of pride that we are sitting at a war memorial, and my entire compliments to all the veterans of the Piraval and the nearby areas who have maintained it so well. In fact, when I came here and what I saw the arrangement, I was actually surprised. And these are volunteer basis. Your contribution, all those who are veterans to the armed forces, to our nation, has been immense, and your contribution now is further more than what you have contributed in your service life. Thanks a lot. ഇവിടെ വരാൻ സാധിച്ചതിൽ ഞാൻ അത്യധികം സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. I feel proud to come to this beautiful place. കാരണം എനിക്കറിയാൻ പാടില്ലായിരുന്നു, കാരണം ഈ വർഷം ഈ ഇടയിലേക്ക് 2-3 വർഷമായിട്ട് ഞാൻ ഉണ്ട്, എല്ലായിടത്തും കറങ്ങി നടക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലത്തിനെ പറ്റി എനിക്ക് ആദ്യമായിട്ട് ഇന്നാണ് അറിയാൻ പറ്റിയത്. ഇത്രയും നല്ല മനോഹരമായ രീതിയിൽ പണിതെടുത്ത് അപ്കീപ് ചെയ്യുന്ന ഒരു സ്ഥലം, അതും ടു റിമെമ്പർ ദി വാർ ഹീറോസ്. കാരണം ഇന്നത്തെ ദിവസം തന്നെ ഓർമ്മ ദിവസമാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ബലിയർപ്പിച്ച ആൾക്കാരെ ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ജലിയൻവാല കൂട്ടക്കൊല ഇന്നാണ് നടന്നത്. അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ചത്. 1947 കിട്ടിയ സ്വാതന്ത്ര്യം, നമ്മളെല്ലാവരും പറയും അന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന്. ഞാൻ പറയും എല്ലാ ദിവസവും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്ന ആൾക്കാരാണ് യൂണിഫോം അണിഞ്ഞ ദി മെൻ ആൻഡ് വിമൻ ഓഫ് മിലിറ്ററി. കാരണം അന്ന് കിട്ടിയ സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ അത് ഒരു എളുപ്പ പരിപാടിയല്ല. ദിവസവും 24/7 365 days സ്വന്തം ജീവൻ പോലും പണയം വെച്ച് സ്വന്തം ആൾക്കാരിൽ നിന്നും അകലെ നമ്മുടെ അതിർത്തിയിൽ ഒരു നിമിഷം പോലും ആൾക്കാരെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നമുക്ക് വേണ്ടി കാത്തുരക്ഷിക്കുന്ന, അതിർത്തിയിൽ കാത്തുരക്ഷിക്കുന്ന ആൾക്കാരെ ഒരിക്കലും നമ്മൾ മറക്കരുത്. ഇന്നത്തെ സ്വാതന്ത്ര്യ സേനാനികളെ മാത്രമല്ല, നമുക്ക് എല്ലാ ദിവസവും സ്വാതന്ത്ര്യം തരുന്ന മിലിറ്ററി ആൾക്കാരെയും ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. Because the independence was given to us formally in 1947, but every day we are getting independence because of the sacrifice of the people. Every day and night they make for the freedom of the country. അതിർത്തിയിൽ അവർ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ ആഘോഷിക്കാനും സന്തോഷിക്കാനും നല്ലവണ്ണം ജീവിക്കാനും പറ്റുന്നത്. അവർ അവിടെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് കാത്തിരിപ്പില്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല. എല്ലാ ദിവസവും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്ന അവരെയാണ്. We should never forget the sacrifices they made. Remember the sacrifices people have made for the country. Contribute in your own little way to the sacrifices they made. രാജ്യത്തിനു വേണ്ടി നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുക. ചെറിയ കാര്യമായാലും മതി. ഏത് ജോലിയായാലും അത് നല്ല ജോലി തന്നെയാണ്, വലിയ ജോലി തന്നെയാണ്. പക്ഷെ ആ ജോലി ചെയ്യുന്നത് ഫുൾ ഡെഡിക്കേഷനോടുകൂടി ചെയ്യുക, നല്ല രീതിയിൽ ആ ജോലി ചെയ്യുക. അതാണ് ഉത്തമമായിട്ടുള്ള കാര്യം. വലിയ ജോലിയും ചെറിയ ജോലിയും ഇല്ല. ഏത് ജോലി ചെയ്താലും നല്ലവണ്ണം ചെയ്യുക, അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ എല്ലാ പൗരനും, if every citizen of India does the job well, whatever he or she does, India cannot be stopped. India cannot be stopped. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിൽ വേദിയിലൊരുക്കി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ NXCC പ്രസിഡന്റിനും സെക്രട്ടറിക്കും അംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ക്യാപ്റ്റൻ ശൂഷന്റെ അടുത്ത് പറയുകയാണ്, ഇന്നേക്ക് മുതൽ ഇതിന്റെ ഈ വാർ മെമ്മോറിയലിന്റെ അപ്കീപ്പിന്റെ റെസ്പോൺസിബിലിറ്റി ക്യാപ്റ്റൻ ശൂഷൻ ഏറ്റെടുക്കാനുള്ള കുഴപ്പമില്ലല്ലോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അനുസരിച്ച് കേരളത്തിൽ വിടും.
നമ്മളാൽ കഴിയുള്ള NCC കഴിയുള്ള എന്ത് കാര്യങ്ങളും ഇതിനുള്ള അപ്കീപ്പിന് ചെയ്യും. ഇടയ്ക്ക് എന്ത് സെറമണി ഉണ്ടായാലും NCCയുടെ ഗാർഡ് ഓഫ് ഓണർ ഇവിടെ വരട്ടെ. കാരണം ഇതൊരു ബിഗ് പ്ലേസ്, ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ്, ബ്യൂട്ടിഫുള്ളി മെയിൻറ്റെയിൻ. കാരണം ഞാൻ പലയിടത്തും പറയാറുണ്ട്, the one that is made cannot be loved before, but one that is created can be loved before it exists. Creating a place is more important than making a place. ഇവരെല്ലാവരും ഈ സ്ഥലം സ്വന്തം ഹൃദയത്തിന്റെ അകത്തു നിന്നും മനസ്സെടുത്ത് ചെയ്തതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട്, എല്ലാവർക്കും വിശുദ്ധന ആശംസകൾ നേർന്നുകൊണ്ട്, എല്ലാവർക്കും നന്മകൾ വരട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള കരുത്ത് തരട്ടെ. ബി സേഫ്, ബി ഹെൽത്തി ആൻഡ് ബി ഹാപ്പി ഓൾവേസ്. ജയ് ഹിന്ദ്. നമസ്കാരം. മറ്റ് കൗൺസിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, NCC കേഡറ്റുകളെ, നിങ്ങളെ എല്ലാ രീതിയിലും ഈ ഇതിനും ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒറ്റ വാക്കിൽ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. 1984 NXCC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം അറിയാമായിരിക്കും. NXCC സ്റ്റാൻഡ് ഫോർ നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി പെർവൻ യൂണിറ്റ്. 84 സ്ഥാപിതമായ NXCC പെർവൻ യൂണിറ്റ് ഞാനന്ന് സർവീസിലാണ്. അന്ന് ലീവ് വരുമ്പോൾ കാണാം, ഓരോ ലീവും വരുമ്പോഴും ഈ NXCC പെർവൻ യൂണിറ്റിന്റെ ബോർഡ് പല ബിൽഡിങ്ങിന്റെ മുകളിൽ, കാരണം വാടകയ്ക്കിരിക്കുകയാണ്, കാണുന്നു. അങ്ങനെ 2009 കാലഘട്ടം വരെ ഒരു മൊബൈൽ യൂണിറ്റ് കണക്ക് ഫംഗ്ഷൻ ചെയ്ത NXCC പെർവൻ യൂണിറ്റ് സ്വന്തമായിട്ട് ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഒരു യുദ്ധസ്മാരകവും അനുബന്ധമായിട്ട് ഒരു ഓഫീസും പണിയണമെന്നുള്ള ഒരു ദൃഢനിശ്ചയം അന്നത്തെ സജീവമായിട്ടിരുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ അതിനെ ശ്രദ്ധിച്ചിരുന്നതും ഇന്ന് ഈ നിലയിൽ ഞാൻ നോക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയത്തക്ക കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ സുനാമി ഉടലെടുത്ത വർഷത്തെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഗ്രാഹ്യമുണ്ടോ? NCC കേഡറ്റ്സിന് 7 വർഷമാണ് സുനാമി ഉണ്ടായത്. ആർക്കിന്റെ പറയാമോ? ഞാൻ പറയാൻ പ്രത്യേക കാരണമുണ്ട്. സുനാമി വന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവൻ സഹിച്ചപ്പോൾ, അല്ലെങ്കിൽ ജീവൻ പിഴിഞ്ഞപ്പോൾ, പ്രദേശങ്ങൾ ഊട്ടുമായപ്പെട്ടപ്പോൾ, ഒരു പക്ഷേ അങ്ങനെ ഒരു സുനാമി ഈ പർവ്വതത്തിൽ അടിച്ചാൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ എന്റെ വീട്ടിൽ നിന്ന് 2 പേര് പട്ടാളത്തിൽ. അന്നത്തെ കാലത്ത് ഒരു വീട്ടിൽ നിന്ന് ഒരു ആൾ പട്ടാളത്തിൽ പോകുന്ന വീടില്ല പർവ്വതം. അന്ന് അതിൽ നിന്ന് വന്നിട്ട് ഇന്ന് ഒരു പട്ടാളക്കാരൻ ഇവിടെ വന്നൊന്ന് അരിച്ചു കുളിച്ചു നോക്കിയാൽ ഞങ്ങൾക്ക് പോലും അറിയാൻ പാടില്ല. ആ നിലയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ കാലശേഷവും പർവ്വതത്തിൽ പട്ടാളക്കാർ ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു തെളിവ് സുനാമി വന്നാൽ പോലും ഇവിടെ ഒരു യുദ്ധസ്മാരകം ഉയർന്നു നിൽക്കണമെന്നുള്ളൊരു ആശയമാണ് ഇതിന്റെ പിന്നിൽ ഞങ്ങൾ പ്രവർത്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. ഒരു പ്രവചനം ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ തോന്നണം, കയറി വേണം മക്കളെ, കയറി വേണം മക്കളെ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഇതിന്റെ ഒരു പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഇറ്റ്. ഉദയസൂര്യനെ പോലെ നമുക്ക് എല്ലാവർക്കും മാർഗദർശിയായിട്ട് എപ്പോഴും സാന്നിധ്യം അറിയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബ്രിഗേഡിയർ സുനിൽ കുമാർ സാറിനെ ഞാൻ ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. I thank Colonel Virendra Dadwale sir for this program. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിനെ ഞാൻ പ്രത്യേകം अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड़ उत्कल गंगा, विंध्य हिमाचल यमुना गंगा उज्जल जल
रंगा तब शुभ नामे जागे तब शुभ आशीष मांगे गाहे तब जय गाथा जन गण मंगलदायक जय हे भारत भाग्य